വാട്സപ്പ് നമ്പർ ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഞാനൊരു ചെറിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടി വന്നതാണ്. കാരണം നമ്മൾ ഇന്ത്യ ടു ഇന്തോനേഷ്യ റൈഡ് പോകാൻ വേണ്ടിയിട്ടുള്ള ഫുൾ എല്ലാ തയ്യാറെടുപ്പും, അതായത് വണ്ടി ഷിപ്പ് ചെയ്യാനുള്ളതും വണ്ടിയുടെ കാർണറ്റ് പേപ്പർ, ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാതും എടുത്ത് സെറ്റായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളെ ഈ ബുൾജെറ്റ് ഉണ്ടല്ലോ, ഈ ബുൾജെറ്റിലെ എബിൻ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു, ഈ ബുൾജെറ്റ് ഇപ്പോൾ ഇന്ത്യ ടു യൂറോപ്പ് ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവർ ട്രാവൽ, അതായത് ഇവരുടെ ഈ ഇന്ത്യ ടു യൂറോപ്പ് ട്രാവൽ തുടങ്ങുന്നതിനെക്കാട്ടും മുന്നേ ഞാൻ എബിനായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവരും പോണത് ചൈന വഴിക്കാണ്. അവർ ചൈനയിൽ നിന്ന് കിർഗിസ്ഥാൻ വഴി കയറിയിട്ടാണ് യൂറോപ്പിലേക്ക് അങ്ങനെ പോണത്. നമ്മൾ ചൈന കയറിയിട്ട് ചൈനയിൽ നിന്ന് നമ്മൾ ലാവോസ് അങ്ങനെ കയറിയിട്ട് നമ്മൾ ഇന്തോനേഷ്യ വരെ പോകാനുള്ള പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് നടന്നില്ല. കാരണം എന്താ വെച്ചാൽ ചൈനയിൽ പെർ ഹെഡ് നമ്മളൊരു $4000, ഏകദേശം ഒരു 5-6 ലക്ഷം രൂപയുടെ അടുത്ത് നമ്മൾ പെർ ഹെഡിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഒരാൾ ചൈനയിൽ കയറണമെങ്കിൽ 5 ലക്ഷം രൂപ വേണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അത്ര ബഡ്ജറ്റ് ഇല്ല ഒന്നുള്ള കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് വണ്ടി, അതായത് ഒന്നില്ലെങ്കിൽ സിംഗപ്പൂർക്ക് ഷിപ്പ് ചെയ്യിക്കുക എന്നുള്ളൊരു പ്ലാനായിരുന്നു ഉണ്ടായിരുന്നു. സിംഗപ്പൂർക്ക് ഷിപ്പ് ചെയ്തിട്ട് സിംഗപ്പൂരിൽ നിന്ന് റൈഡ് ചെയ്ത് വരാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ഈ ബുൾജെറ്റിലെ എബിനാണ് നമ്മളോട് വിളിച്ചിട്ട് പറഞ്ഞത്. കാരണം അവർ നമ്മളെ ഈ ഒരു കാർണറ്റ് പേപ്പറിൻ്റെ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട്, അതായത് ഞാനൊരു കാർണറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടാണ് എബിൻ എന്നെ വിളിച്ചത്. എൻ്റെ നമ്പർ ചോദിച്ചു. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ, അതായത് ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് എബിൻ എന്നെ വിളിച്ചിരുന്നു, അത് സംശയം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എന്നോട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ എബിൻ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ എന്തായാലും ശരിക്കും വേണം, ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുകയാണെങ്കിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്തായാലും നമ്മൾ ഇഷ്യൂ ചെയ്തേ പറ്റൂ. അപ്പോൾ കഴിഞ്ഞ ഡിസംബറിലാണ് നമ്മൾ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു, അതായത് കാർണറ്റ് പേപ്പർ എങ്ങനെ ഇഷ്യൂ ചെയ്യണം കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടെന്നാണ് നമ്മുടെ ഈ ബുൾജെറ്റിലെ എബിൻ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞത്. അതായത് അപ്പോൾ എബിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ അവരും ചൈനയിലേക്കാണല്ലോ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ ട്രാവൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. എബിനാണ് എനിക്ക് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ടൂറ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യാൻ കാരണം എബിനാണ്. കാരണം എന്താ വെച്ചാൽ ശരിയാണ്, എബിൻ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ വളരെ ശരിയാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് ചൈനയിലെ പേയ്മെൻറ്റ്, പിന്നെ അവിടുന്ന് നമുക്ക് വിയറ്റ്നാം കയറാൻ പറ്റില്ല. ഇപ്പോൾ ഈ ചൈനയിലും വിയറ്റ്നാമിലും സെയിം തന്നെയാണ്. ഏകദേശം ചൈനയിൽ $4,000 നമ്മൾ പേ ചെയ്യേണ്ട പോലെ തന്നെ നമ്മൾ വിയറ്റ്നാമിലും $4,000 പേ ചെയ്യണം. അപ്പോൾ പിന്നെ അത് പോരാണ്ട് നമുക്ക് അവിടെ നിന്നൊരു ഗൈഡും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം ചൈനയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നമാണ്. അങ്ങനെ എബിൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പ്ലാൻ തന്നെ മാറ്റണം. അപ്പോൾ എബിൻ ഈ വീഡിയോ കാണണമെങ്കിൽ എബിൻ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ ഈ പ്ലാൻ, അതായത് നമ്മളൊരു പെടണ പ്ലാനിലേക്ക് കൊണ്ടുപോകാണ്ട് വേറൊരു പ്ലാനിലേക്ക് എത്തിച്ചതിന് പിന്നെ നമുക്ക് ഫുള്ള്, അതായത് ചൈനയിലെ ഡീറ്റെയിൽസും പിന്നെ ആ ട്രാവൽ ചെയ്ത ഡീറ്റെയിൽസും എല്ലാതും തന്നതിന് എബിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു എബിൻ്റെ ഇത് കാരണമാണ് നമ്മളിപ്പോൾ നമ്മുടെ റൈഡ് മാറ്റിയത് ഇപ്പം. അപ്പോൾ നമ്മുടെ റൈഡ് ഇപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഇവിടുന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മൾ ദുബായിലേക്ക് വണ്ടി ഷിപ്പ് ചെയ്യണം. ദുബായിൽ നിന്ന് പോയിട്ടാണ് നമ്മൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദുബായിൽ നിന്നാണ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് ദുബായിലേക്ക് വണ്ടി ഷിപ്പ് ചെയ്യലാണ്. നമ്മുടെ CBR, അതായത് എല്ലാ ഡീറ്റെയിൽസും, അതായത് ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാതും ഞാൻ അന്വേഷിച്ചിരുന്നു, ഫുൾ ക്ലിയറാണ്. അപ്പോൾ നമ്മൾ ഇനി തിങ്കളാഴ്ച നമ്മൾ കൊച്ചിയിൽ വണ്ടി എത്തിക്കണം. അതാണ് ഇനി പ്ലാൻ. അവിടുന്ന് ഒരു ഏകദേശം 7 ദിവസത്തിൻ്റെ ഉള്ളിലാണ്, 7 ദിവസം എടുക്കും എന്നാണ് പറഞ്ഞത്. 7 ദിവസം കഴിഞ്ഞാലേ നമുക്ക് ദുബായിൽ വണ്ടി എത്തൂ. അപ്പോൾ ദുബായിൽ വണ്ടി എത്തുമ്പോൾ 7 ദിവസം പിടിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഇന്ത്യ ടു ഇന്തോനേഷ്യ റൈഡ് പോയിച്ചാൽ ആ കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തായ്ലൻഡും ഒന്ന് ഇന്തോനേഷ്യയാണ്, പിന്നെ മലേഷ്യ. ഈ 3 രാജ്യങ്ങൾ മാത്രമേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വിയറ്റ്നാമിൽ പോകാൻ പറ്റില്ല. സിംഗപ്പൂർ കുറച്ച് എക്സ്പെൻസ് ആണ്. സിംഗപ്പൂർ പോകാം, കുറച്ച് എക്സ്പെൻസ് ആണ്. വിയറ്റ്നാമിൽ പോകണമെങ്കിൽ ചൈനയിലെ പോലെ തന്നെ നമ്മൾ $4,000 കൊടുക്കണം. പിന്നെ ചൈന കിടക്കുമ്പോഴും നമ്മൾ $4,000 കൊടുക്കണം പെർ ഹെഡ്. പിന്നെ അവിടുത്തെ ഒരു ലോക്കൽ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഇന്ത്യ ടു ഇന്തോനേഷ്യ എന്നുള്ള പ്ലാൻ ക്യാൻസൽ ചെയ്തു. നേരെ മറിച്ച് നമ്മളിപ്പോൾ മ്യാൻമർ ബോർഡർ ഓപ്പൺ ആയിരുന്നെങ്കിൽ നമ്മൾ മ്യാൻമർ ബോർഡർ വഴി കയറിപ്പോയിരുന്നു. കാരണം മ്യാൻമറിൽ ഇപ്പോൾ കുറച്ച് സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന കാരണം മ്യാൻമർ ബോർഡറും ക്ലോസ് ആണ്. അപ്പോൾ ഗൈസ്, ഇത്രയാണ് നമ്മുടെ റൈഡിൻ്റെ അപ്ഡേറ്റ്സ് വന്നിട്ടുള്ളത്. ഇനി നമ്മളിപ്പോൾ പോണത് ഇന്ത്യ ടു ദുബായിലേക്കാണ് പോകുന്നത്. ദുബായിൽ നിന്നാണ് നമ്മൾ മോസ്റ്റ്ലി പ്ലാൻ ചെയ്യണത്. അതായത് GCC കൺട്രീസ് മാത്രമാവുമോ അതോ നമ്മൾ അവിടെ നിന്ന് ഇനി ക്രോസ് ചെയ്തിട്ട് യൂറോപ്പിലേക്ക് കിടക്കുമോ എന്നുള്ളത് നമുക്ക് അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തന്നെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
പിന്നെ എന്താ പറയുക വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി മുതൽ. കാരണം നമ്മളിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ റൈഡാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് മാക്സിമം വേണം. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് തുടർന്നുള്ള വീഡിയോസ് ഫുള്ള് നമ്മുടെ ദുബായിൽ നിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. ദുബായിൽ നിന്ന് നമ്മൾ എവിടേക്കാണ് പോണത്, പല പല രാജ്യത്തുള്ള മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇനി വീഡിയോയിൽ കൂടെ വരാനുള്ളത്. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. ബൈ ബൈ.